Season 2 powered by Willy White Toothpaste and Dinesh Foods in association with Lasa Ice Creamന്റെ ലാസ്റ്റ് സെഷനിലേക്ക് നമ്മളുടെ കൂടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കേറെ സുപരിചിതനായ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി സ്വാമിജിയെക്കുറിച്ച് രണ്ട് വാക്ക്. അമ്മയുടെ ആദ്യകാല സന്യാസി ശിഷ്യരിൽ ഒരാളാണ് സംപൂജ്യ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി. 4 ശതാബ്ദങ്ങളായി അമ്മയോടൊപ്പമുള്ള സ്വാമിജി ആശ്രമത്തിൻ്റെ മുഖപത്രമായ മാതൃവാണിയുടെ പ്രസാധകനാണ്. അമ്മയുടെ ഉപദേശങ്ങളുടെ സമാഹരണമായ ഉപദേശാമൃതം, ജ്യോതിർഗമയ തുടങ്ങിയവ സമാഹരിച്ചത് സ്വാമിയാണ്. കൂടാതെ അമൃത ഇ സർവിൻ്റെയും ബാലസംസ്കൃതി മാതൃസംസ്കൃതി കേന്ദ്രങ്ങളുടെയും ഇടുക്കി ജില്ലയിലെ ആശ്രമ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടവും സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി വഹിച്ചു പോരുന്നു. പൂജനീയ സ്വാമിജിയെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്വാമിജിയെ പൊന്നാട അണിയിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിയേറ്റീവ് ഡെപ്യൂട്ടി ഹെഡ് അജയൻ കെ നായർ സാറിനെ. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ സ്വാമിജിക്ക് ചെറിയൊരു ഉപഹാരം കൈമാറുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് നമ്മുടെ സ്വന്തം ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ മാം. ഓം അമൃതേശ്വരി നമഃ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രണാമം. നമശിവായ. ക്യാമ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? ക്യാമ്പ് തീർന്നു പോയതിൽ വിഷമമുണ്ടോ? വിഷമമില്ല? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പോൾ വേഗം തിരിച്ച് വീട്ടിൽ പോകാനുള്ള തിരക്കിലാണോ? അങ്ങനെയില്ലല്ലേ? എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ട് 2 ദിവസം ഈ അവധിക്കാലത്ത് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടി പുതിയ കുറേ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതിൽ കുറേ നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കളിയിൽ അല്പം കാര്യം, അങ്ങനെ തമാശകളിലൂടെയും കളികളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണല്ലേ? ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ? 8 മുതലുള്ള കുട്ടികളാണല്ലേ? 7, 6 തൊട്ടുള്ള കുട്ടികളുണ്ടല്ലേ? 6, 7, 8, 9, 10 കുട്ടികളുണ്ട് അല്ലേ? 10 എത്ര പേരുണ്ട്? 10 11, 11 ആരുമില്ല അല്ലേ? 10 വരെയേ ഉള്ളൂ. അപ്പോൾ 6 +2 ഉണ്ടല്ലേ? +1 +2. അപ്പോൾ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് പലരും +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക്, അതായത് എൻജിനീയറിങ്, നേഴ്സിങ്, മെഡിസിൻ, ഇതൊക്കെ പഠിക്കണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം അല്ലേ? നിങ്ങൾ പഠിച്ച് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാമോ മോളെ? അപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ എഴുതി പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് കിടക്കാനായിരിക്കും നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റു പലരും നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള ഓരോ പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കും. ഒരു പക്ഷേ എല്ലാ ആളുകൾക്കും അതിൻ്റെ ചെലവ് വഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായി എന്ന് വരില്ല. നമുക്കറിയാം, നിങ്ങളുടെ തന്നെ കൂട്ടുകാരുടെയൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും പലരും ഇന്ന് വിദ്യാഭ്യാസം നടത്തുന്നത് ഒരു പക്ഷേ ലോൺ എടുത്തിട്ടായിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരെ അറിയുമോ? ലോൺ എടുത്തിട്ട് എൻജിനീയറിങ്ങിനും മെഡിസിനും നേഴ്സിങ്ങിനും ഒക്കെ പഠിക്കുന്ന ആൾക്കാരെ അറിയുമോ? അറിയില്ല. അതായത് കടം വാങ്ങിയിട്ട്, നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആൾക്കാരോട് കടം വാങ്ങും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും ഇല്ലേ? കേൾക്കുന്നുണ്ടോ? അപ്പോഴങ്ങനെ നമ്മൾ കടം വാങ്ങിയിട്ട്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എൻജിനീയറിങ്ങിന് പോകാൻ, അല്ലെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ നേഴ്സിങ്ങിനുള്ള പൈസ ഇല്ല. അതുകൊണ്ടൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം അത് കിട്ടും. അപ്പോൾ ആ ലോൺ എടുത്തിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുന്നു, ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്ര വർഷത്തിന് ശേഷം അടച്ച് തുടങ്ങിയാൽ മതി, തിരിച്ചടച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾ ലോണൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ചു, ജയിച്ചു, ജോലി കിട്ടി, ലോൺ എടുത്ത കാര്യം അങ്ങ് മറന്നുപോയി. നമ്മൾ 2-3-4 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിരുന്നു, ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നു, അക്കാര്യം നമ്മൾ മറന്നു. നമ്മൾ ജോലിയൊക്കെ കിട്ടി അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്നൊരു ലെറ്റർ വരുന്നു, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ നിങ്ങൾ ലോൺ അടച്ചിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കണം. നമ്മുടെ സമാധാനം പോവോ? പോകത്തില്ലേ? എന്നാലും അടയ്ക്കണമല്ലോ നമ്മൾ. അഥവാ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? നമ്മൾ എത്രമാത്രം ജോലിയൊക്കെ കിട്ടി പൈസയൊക്കെ നമുക്ക് സ്വരൂപിച്ച് നമ്മൾ ജീവിതം വളരെ ആഘോഷത്തോടുകൂടി കൊണ്ടുപോകുമ്പോഴും നമ്മൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ? ആ കടം തന്ന ആളുകൾ നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമോ? അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അക്കാര്യം നിങ്ങൾ വിട്ടേക്കുക. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഒരു ഐസ്ക്രീം എത്ര വിലയുള്ളത്? എത്ര രൂപയാണ് ഐസ്ക്രീമിന്? 10, 30. അപ്പോൾ ഒരു ഐസ്ക്രീമിന് 30 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ വലുതിനെത്ര? ഏറ്റവും കൂടി എത്ര? 50. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൈ പൈസയില്ല. നിങ്ങളൊരു 50 രൂപ ഒരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയോട് കടം വാങ്ങി, എന്നിട്ട് ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യം മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ചയായി. ഈ 50 രൂപ വാങ്ങിയത് കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് തിരിച്ചു കൊടുത്തില്ല. ആ പൈസ തന്ന ആൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ മറ്റു കൂട്ടുകാരോടൊപ്പം കളിയും തമാശകളും ഒക്കെ ആയിട്ടിരിക്കുമ്പം ഈ പൈസ തന്ന ആൾ വരും, എൻ്റെ പൈസ തന്നില്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞതല്ലേ. അപ്പം നമ്മൾ പറയും, സോറി, ഒരു 2 ദിവസം കൂടെ എനിക്ക് അവധി തരണം, 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരാം. 2 ദിവസം കഴിഞ്ഞു, നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ പൈസ കടം തന്ന ആൾ അതുവഴി പോകുന്നേ കണ്ടാൽ നമ്മൾ ഒളിഞ്ഞിരിക്കും അല്ലേ? നമ്മളെ കണ്ടാൽ ആൾ ചോദിക്കും. അപ്പം നമ്മൾ അത്രയും സമയം ആ കൂട്ടുകാരോടൊപ്പം തമാശ പറഞ്ഞ് ഇരുന്നത് അതെല്ലാം നമ്മൾ മറന്നിട്ട് നമുക്ക് ടെൻഷനാകും. അയ്യോ, അവൾ കണ്ടാൽ പൈസ ചോദിക്കും, ഈ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാകും. അപ്പം നമ്മുടെ സ്വസ്ഥത നഷ്ടമാകത്തില്ലേ? നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ അത് സമയത്തിന് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുമോ ഇല്ലയോ? അപ്പം ഇവിടെ മനസ്സിലാക്കി, ഞാൻ ഇതെന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുന്നു. നിങ്ങൾ 6-ാം ക്ലാസ്സിലുള്ള കുട്ടികളുണ്ട്. 10, 11, 12, 13, 14 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അച്ഛനാണ്, അമ്മയാണ്, എനിക്ക് വേണ്ട പൈസ അവർ തരുന്നു, എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തരുന്നു, ഭക്ഷണം തരുന്നു, സ്കൂളിലെ ഫീസ് കൊടുക്കുന്നു, യാത്ര പോകേണ്ടി വരുമ്പോൾ അത് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന് നമ്മൾ കരുതുന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് ഞാൻ വളർന്നു കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ? നിങ്ങൾ കുട്ടികളായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വളരെ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായി എന്ന് വരില്ല, വലിയ ജോലി ഉണ്ടായി എന്ന് വരില്ല. എന്നാലും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു കുറവും വരാതെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മമാരെയും സ്നേഹിക്കുന്ന മക്കൾ എന്ത് ചെയ്യും? അവർ വളർന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നോക്കുക എന്ന് പറയുന്നത് അവർ നമുക്ക് ചെയ്തതിന് തിരികെ നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? അവരുടെ പ്രായമെത്തുന്ന സമയത്ത് അവരെ നോക്കുക എന്നുള്ളതാണ്. അതല്ലേ? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് അച്ഛനമ്മമാർ നമ്മളെ സഹായിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു കടം എങ്ങനെയാണ് വീട്ടുക? അവർ പ്രായമെത്തിക്കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തിക സ്ഥിതി വന്നു കഴിയുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്, അല്ലേ? പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല.
അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും, മാസ വരുമാനമുണ്ടാകും. അപ്പോൾ നമ്മൾ അവരെ സഹായിക്കണം. ഇതല്ലേ സാധാരണ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാകും. അച്ഛനമ്മമാരുടെ മനസ്സ് വിഷമിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അത് പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. അച്ഛനമ്മമാർ മാത്രം വിചാരിച്ചാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? അച്ഛനമ്മമാരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? നിങ്ങളിപ്പോൾ ജീവനോടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലേ? നമ്മൾ എന്താണ് ശ്വസിക്കുന്നത്? ഈ ഓക്സിജൻ എവിടുന്നാണ് കിട്ടിയത്? അതെ, പ്രകൃതിയിൽ നിന്ന് കിട്ടി. നമുക്കറിയാം, ആസ്പത്രികളിൽ രോഗമായിട്ട് ICUവിലും മറ്റും കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഓക്സിജൻ കൊടുത്തിട്ട് ആസ്പത്രി ചെന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ ഘടിപ്പിച്ചിട്ടാണ് അവിടെ ശ്വാസം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത്. ആ ഓക്സിജന് നമ്മൾ ഓരോ ദിവസവും മണിക്കൂർ വെച്ചിട്ട് പൈസ നമ്മൾ ആസ്പത്രിക്ക് കൊടുക്കണം, വേണ്ടേ? അപ്പോൾ ആസ്പത്രിയിൽ ഒരാൾ രോഗമായിട്ട് അഡ്മിറ്റായി കഴിഞ്ഞാൽ അവർക്ക് ശ്വസിക്കാൻ വേണ്ടി, അവർക്ക് സാധാരണഗതിയിൽ ശ്വസിക്കാൻ കഴിയുന്നില്ല. വായു എല്ലായിടവും ഉണ്ട്, പക്ഷേ അവരുടെ ലങ്സിനും മറ്റും പ്രശ്നമുള്ളതുകൊണ്ട് മെഷീൻ്റെ സഹായത്തോടു കൂടി ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച് അവർക്ക് ശ്വാസോച്ഛ്വാസം, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വാസോച്ഛ്വാസം നൽകുന്നു. ആ ഓക്സിജന് നമ്മൾ പൈസ കൊടുക്കുന്നു, ഇല്ലേ? 100 കണക്കിന് 1000 രൂപ നമ്മൾ കൊടുത്തിട്ടാണ് അവിടെ ജീവൻ നിലനിർത്തുന്നത്. ഈ അവസരത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ മരിക്കുന്നത് വരെ ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ വായു ശ്വസിക്കുന്നുണ്ട്. എത്ര ലക്ഷം രൂപയുടെ വായു നമ്മൾ അങ്ങനെയാണെങ്കിൽ ശ്വസിക്കുന്നുണ്ടാവും. നിങ്ങൾ നാളെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ആസ്പത്രി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട് ചോദിക്കണം, 1 മണിക്കൂർ ICUവിൽ ഓക്സിജൻ എക്സ്റ്റേണലി ഫിറ്റ് ചെയ്ത് ഒരു രോഗിയെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ നൽകേണ്ടി വരും? അപ്പോൾ 1 മണിക്കൂർ ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി ഒരാൾ ശ്വസിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓക്സിജന് ഇത്ര രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആയുസ്സിൽ ഒരു 60, 70, 80 വയസ്സ്, 80 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് 80 × 365 ദിവസങ്ങൾ, അത്രയും ദിവസം 24 മണിക്കൂർ, അത്രയും ദിവസം ശ്വസിക്കുവാനുള്ള ഓക്സിജന് എത്രമാത്രം കാശ് കൊടുക്കണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊരു കാര്യം. ഇപ്പോഴീ ലൈറ്റൊക്കെ ഓഫ് ആയാലും നമുക്ക് പകൽ സമയമായതുകൊണ്ട് നമുക്ക് വെളിച്ചമുണ്ടല്ലേ? നമുക്ക് പകൽ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ ഈ പ്രകാശത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഈ പ്രകാശം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സൂര്യനിൽ നിന്നാണല്ലേ? പക്ഷേ ദിവസവും എത്ര പേര് ആ സൂര്യനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്? ആ സൂര്യന് ഒരു നന്ദി എത്ര പേര് പറയാറുണ്ട്? നല്ല കാര്യം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ദിവസവും ഈ സൂര്യൻ്റെ പ്രകാശം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഒന്ന്, വായു നമുക്ക് ആവശ്യമാണ്. പിന്നെ സൂര്യൻ്റെ പ്രകാശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? സൂര്യനാണല്ലേ? സൂര്യനില്ല എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ സസ്യാഹാരികളാണെങ്കിൽ, ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന പച്ചക്കറികളും മറ്റുള്ള ഇലക്കറികളും ഒക്കെ കഴിക്കുന്നു. അതിന് വളരണമെന്നുണ്ടെങ്കിൽ സൂര്യൻ വേണ്ടേ? മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിലോ, ഈ മാംസാഹാരം കഴിക്കുന്ന ആൾക്കാർ ആ മൃഗങ്ങൾക്ക് ജീവിക്കണമെന്ന് എങ്ങനെയാണ്? അവ മറ്റ് മൃഗങ്ങളെ ഭക്ഷിച്ചാണ് കഴിക്കുന്നത്, അല്ലേ? അവയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം കാട്ടിൽ ജീവിക്കുന്ന പശുവാണെങ്കിൽ അതിന് പുല്ലൊക്കെ കൊടുക്കണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ മാംസം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന മറ്റ് മൃഗങ്ങളാണെങ്കിൽ അത് സസ്യാഹാരികളായിട്ടുള്ളവരെ അത് ഭക്ഷിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ ദിവസവും? ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ വായുവും ഈ സൂര്യനും പിന്നെ ജലം. ഇപ്പം മഴക്കാലമായി, ഇടക്കാലത്ത് ഭയങ്കരമായിട്ട് ചൂട് കൂടി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു മഴ പെയ്തെങ്കിൽ അത്ര നന്നായിരുന്നു, ഈ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടിയതിനെ നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലേ? ആ ചൂട് കൂടിയ സമയത്ത്. ഇനിയിപ്പം മഴ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ എന്തൊരു മഴ, ഈ മഴയൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയും, ഇല്ലേ?
അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് വേണ്ട ജലം കിട്ടണമെന്നുണ്ടെങ്കിൽ മഴ പെയ്യണം. ഈ മഴ പെയ്യുന്നത് നമ്മൾ കാശ് മുടക്കിയാൽ മഴ പെയ്യിക്കാൻ പറ്റുമോ? അപ്പോൾ ആലോചിച്ച്, നമുക്ക് ശ്വസിക്കേണ്ട വായു, നമുക്ക് ഊർജ്ജം ലഭിക്കുന്ന സൂര്യൻ്റെ പ്രകാശം, നമുക്ക് കുടിക്കാനുള്ള ജലം, ഇതൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ പ്രകൃതിയിൽ അതിന് കാരണം ആരെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈശ്വരൻ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, അല്ലേ? ആ ഒരു പ്രപഞ്ച ശക്തി, ഇതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി. അങ്ങനെ ശക്തിയില്ലേ? ഉണ്ടോ ഇല്ലയോ? കാരണം നമുക്കറിയാം, ഓരോ വർഷവും കൃത്യമായ സമയത്ത് ഋതുഭേദങ്ങൾ, വേനൽക്കാലം, മഴക്കാലം, ഇതൊക്കെ മാറുന്നു. കിഴക്ക് സൂര്യൻ കൃത്യമായിട്ട് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഈ പ്രകൃതിയിലെ അതുപോലെ തന്നെ നമുക്കറിയാം, പഴക്കാലമായി കഴിഞ്ഞാൽ മാവ് പൂക്കുന്ന കാലം, അത് കൃത്യമായിട്ട് ഒരു സീസണിലാണ് മാമ്പഴം ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ വീടുകളിലുള്ള ചില ചെടികൾ കൃത്യമായിട്ട് ഒരു സമയത്താണ് അത് പൂക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ എല്ലാത്തിനും വളരെ കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു വ്യവസ്ഥയോടുകൂടി ഈ ഭൂമിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തി ആവശ്യമാണ്, വേണ്ടേ? അപ്പോൾ ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഏത് വിശ്വാസത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ഹിന്ദുമതമോ ക്രിസ്തുമതമോ ഇസ്ലാം മതമോ ഏത് മതമായിക്കൊള്ളട്ടെ, എല്ലാവരും ആ പ്രപഞ്ചത്തിലുള്ള ആ ചൈതന്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നും പലതും നമ്മൾ എടുക്കുന്നു. നമ്മുടെ ജീവിതം 5 കാര്യങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ 5 പേരുടെ കയ്യിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ഈശ്വരനിൽ നിന്നും നമ്മൾ എന്താണ് കടം കൊണ്ടിട്ടുള്ളത്? ഈ പറയുന്ന വായു, ജലം, സൂര്യൻ, ഊർജം, അങ്ങനെയുള്ള ധാരാളം കാര്യം പ്രകൃതിയിൽ നിന്നും ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള ഈ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈശ്വരൻ നമുക്കിത് തരുമ്പോൾ, നമ്മൾ ആസ്പത്രിയിൽ നിന്ന് 1 മണിക്കൂർ ഓക്സിജൻ വാങ്ങുമ്പോൾ നമ്മൾ പൈസ എണ്ണി കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ശ്വസിക്കുവാനുള്ള ഈ വായു തരുന്ന ഈശ്വരനോട് നമുക്ക് നന്ദി വേണ്ടേ? ആ ഈശ്വരൻ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? വേണം. അപ്പോൾ ഒന്ന്, ഈശ്വരനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് നമ്മൾ കടം തീർക്കേണ്ട ആരോടാണ്? ഈശ്വരനോട്. 2, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാണുവാനും പുതിയ കൂട്ടുകാരെ നമുക്ക് കണ്ടുകിട്ടാനും ഇതിനെല്ലാം കാരണം ആരാണ്? നമ്മുടെ അച്ഛനമ്മമാരാണ്, അല്ലേ? നമുക്ക് അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതം കിട്ടിയത്, നമുക്ക് വളരാൻ കഴിയുന്നത്, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും വിയർപ്പിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അമ്മമാരോട് പറയും, അമ്മയെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ, അമ്മ ഭക്ഷണം നമ്മുടെ മുമ്പിൽ വെച്ച് തരുമ്പോൾ അതിൻ്റെ പിന്നിൽ അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറില്ല പലപ്പോഴും. പക്ഷെ നമ്മളത് ഓർക്കണം. നിങ്ങൾക്കൊരു വസ്ത്രം, പുതിയൊരു വസ്ത്രം കാണുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരികൾ പുതിയൊരു ഫാഷനിലുള്ള, അല്ലെ കൂട്ടുകാരൻ പുതിയൊരു ജീൻസ് ഇട്ട് വരുമ്പോൾ, അമ്മയെ എനിക്ക് വേണം, അച്ഛാ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ, അവർ അത് വാങ്ങിച്ചു തരുമ്പോൾ അതിൻ്റെ പിന്നിൽ അവരുടെ കഷ്ടപ്പാടുകൾ, അവർക്ക് നമ്മളോടുള്ള സ്നേഹം, അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയണം. അപ്പോൾ അച്ഛനമ്മമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? ഈശ്വരനോട്. രണ്ടാമത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അച്ഛനമ്മമാരോട്. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു. പച്ചക്കറികൾ ഒക്കെ നമുക്ക് കിട്ടും. ഈ പച്ചക്കറികൾ ഒരു ചെടിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു ചെടി പൂത്തു, വെണ്ടയ്ക്ക ആയിക്കൊള്ളട്ടെ, പാവയ്ക്ക ആയിക്കൊള്ളട്ടെ, എന്തായിക്കോ, അങ്ങനെ ഉള്ള, അല്ലെ മാവായിക്കൊള്ളട്ടെ, ഈ മാവ് പൂത്തത് കൊണ്ട് മാത്രം അതിൽ കായുണ്ടാകുമോ? ഒരു മരം പൂത്തു കഴിഞ്ഞാൽ അതിൽ പരാഗണം നടക്കണ്ടേ? പഠിച്ചിട്ടില്ലേ? ചെടികളിൽ പരാഗണം നടക്കുമ്പോഴാണ് ആ പൂവ് കായായിട്ട് മാറുന്നത്. അപ്പോൾ പ്രകൃതിയിലെ ഓരോ ജീവിയും നമുക്ക് ചെയ്യുന്ന സഹായം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ വേനൽക്കാലത്ത് നിങ്ങൾ വഴി കൂടി നടന്നു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന ആ ചൂടത്ത്
കയറി നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. പെട്ടെന്ന് നിങ്ങളൊരു മാവിൻ്റെ തണൽ കാണുന്നു, ഓടി നമ്മൾ ആ മാവിൻ്റെ തണലിലേക്ക് പോകില്ലേ? അവിടെ നിന്നിട്ട് പറയും എന്തൊരു നല്ല കാറ്റ്, എന്തൊരു നല്ല കുളിർമ. കാര്യം നട്ടുച്ച വെയിലത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുളിർമ വളരെ വലുതാണ്. വീട്ടിനുള്ളിൽ പോലും അത്രയും കുളിർമ നമുക്ക് കിട്ടില്ല. അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അതിലെ ഓരോ ജീവിയും, പക്ഷിയും, വൃക്ഷങ്ങളും, ജന്തുജാലങ്ങളും, ഇഴജീവികളും ഇവയെല്ലാം സഹായിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയുന്നത്. തേനീച്ച, വളരെ ചെറിയതല്ലേ തേനീച്ച? ആ തേനീച്ച ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല പഴങ്ങളും കഴിക്കാൻ കഴിയുന്നത്. ആ തേനീച്ച ഇല്ലെങ്കിൽ പല മരങ്ങളിലും കായ്കളുണ്ടാകില്ല, പച്ചക്കറികളുണ്ടാകില്ല. അതുപോലെ മണ്ണിൽ നമ്മളിടുന്ന വേസ്റ്റും മറ്റു കാര്യങ്ങളും അത് വളമാക്കി മാറ്റുന്ന ആരാണ്? ആ മണ്ണിലുള്ള ചെറിയ കീടങ്ങളാണ്, ചെറിയ പുഴുക്കളും മറ്റ് മണ്ണിരകളും. ഇതൊക്കെയാണ് അതിലെ ആ വേസ്റ്റിനെ കൺവെർട്ട് ചെയ്തിട്ട് വളമാക്കി മാറ്റുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും അങ്ങനെ പ്രകൃതി എല്ലാം തന്നെയും നമ്മൾക്ക് വേണ്ട, ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നമുക്ക് നൽകുന്നു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ മൂന്നാമത് ഈ പറയുന്ന പ്രകൃതി, ആ പ്രകൃതിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? ആണോ അല്ലയോ? പിന്നെ നാലാമത്, നിങ്ങൾക്ക് നല്ല ഒരു വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പൈസയും കൊണ്ട് അടുത്തൊരു കടയിൽ പോകുന്നു. അവിടുന്ന് ആ റെഡിമെയ്ഡ് ഡ്രസ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ് ഡ്രസ്സ് നിങ്ങൾ വാങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് കടയിൽ പോയാൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കടയിൽ ആ വസ്ത്രം അവിടെ വേണ്ടേ? വേണോ വേണ്ടയോ? അതുപോലെ നിങ്ങൾ രാവിലെ നിങ്ങൾ എന്താ കഴിച്ചത്? ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? ദോശ. ഓക്കെ, രാവിലെ ദോശ കഴിച്ചു. ദോശയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എന്ത് മാവ്? അരി വേണം, ഉഴുന്ന് വേണം, ഉപ്പ് വേണം. അരി വേണം, ഉഴുന്ന് വേണം, ഉപ്പ് വേണം, വെള്ളം. ശരി. അപ്പം ഞാനിവിടെ പറഞ്ഞു, അപ്പം അരിമാവ് വേണമെന്ന് പറഞ്ഞു. അരിമാവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മൂവാണ്ടൻ മാവെന്ന് പറയുന്ന പോലെ ഒരു മാവുണ്ടോ? അരിമാവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മില്ലിന്ന്. മില്ലിലെങ്ങനെയാണ് അരിമാവ് കിട്ടുക? എന്താ പഠിക്കുന്നത്? അരി എവിടെ നിന്നാണ് കിട്ടിയത്? വയലിൽ എങ്ങനെയാണ് കിട്ടിയത്? വയലിൽ വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരി കിട്ടുമോ? വീട്ടിൽ കിട്ടുമോ? അപ്പം വയലിൽ നെല്ല് വളരുന്നത് വയലിലാണ്. ആ നെല്ല് വയലിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ രാവിലെ ടേബിളിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് അതിൽ അമ്മ 2 മൊരിഞ്ഞ ദോശയും ഇട്ട് തേങ്ങച്ചമ്മന്തിയും ഒഴിച്ച് അത് നിങ്ങൾ കുഴച്ച് കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതവിടെ എത്തിയത്? മാസങ്ങൾക്ക് മുൻപ് ഏതോ കർഷകൻ, കേരളത്തിലാണെന്ന് തോന്നുന്നില്ല, ഒരുപക്ഷെ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ എവിടെയെങ്കിലും, തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ആയിരിക്കാം, അവിടെയുള്ള കർഷകർ വയലിൽ പണിയെടുത്ത് ആ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. അവരുൽപ്പാദിപ്പിച്ചതുകൊണ്ട് ഇവിടെ കിട്ടുമോ? അത് വേറെ ആൾക്കാർ വാങ്ങി അത് മില്ലിൽ കൊണ്ടുവന്നു, അത് കുത്തി അരിയാക്കിയിട്ട് ഷോപ്പിൽ വന്നു. നിങ്ങൾ പണം കൊടുത്ത് വാങ്ങി, അതല്ലെങ്കിൽ മില്ലിൽ കൊടുത്ത് അത് അരച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ദിവസം, ഒരു നിമിഷം മുന്നോട്ട് പോകുന്നതിന് എത്രയോ ആളുകളുടെ പ്രയത്നമുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമുക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 100 കണക്കിന് ആൾക്കാരുടെ പ്രയത്നമുണ്ട്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പരുത്തിയുടെ വസ്ത്രമാണെങ്കിൽ ഏതോ സംസ്ഥാനത്ത് പരുത്തി കർഷകർ കൃഷി ചെയ്ത് ആ പരുത്തി ഉണ്ടാക്കുന്നു. അത് ചില ആൾക്കാർ വാങ്ങുന്നു, അത് നൂലാക്കുന്നു. ആ നൂല് നെയ്ത്തുകാർ നെയ്ത് തുണിയാക്കുന്നു. അത് മറ്റാൾക്കാർ വാങ്ങുന്നു, അത് കട്ട് ചെയ്ത് തയ്ക്കുന്നു. നിങ്ങളുടെ പ്രദേശത്തുള്ള കച്ചവടക്കാരത് വാങ്ങിക്കൊണ്ടുവരുന്നു, അത് നിങ്ങൾ വാങ്ങുന്നു. അപ്പോൾ എത്ര ആൾക്കാരുടെ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള ധാരാളം മനുഷ്യരുടെ പ്രയത്നം അതിൻ്റെ കൂടെ ഉണ്ടല്ലേ?
അപ്പോൾ അവരില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല. നിങ്ങളുടെ പൈസയുണ്ട്, ഒരു ബന്ധു ദിവസമാണ്, കടയൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ എത്രയോ ആൾക്കാരുടെ പ്രയത്നവും അവരുടെ സഹകരണവും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ മനുഷ്യരോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാര്യം അവരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഫോണായിക്കൊള്ളട്ടെ, വാച്ചായിക്കൊള്ളട്ടെ, വസ്ത്രമായിക്കൊള്ളട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ പിന്നിൽ ധാരാളം മനുഷ്യരുടെ പ്രയത്നമുണ്ട്. അപ്പോൾ ആ മനുഷ്യരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതാണ് നാലാമത്തേത്. മനസ്സിലായോ? ഇനി അഞ്ചാമത്, നമുക്ക് ഓരോ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ചില അറിവുകൾ നമുക്ക് ആവശ്യമാണ് അല്ലേ? നിങ്ങൾ പാടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പല വിഷയങ്ങളും അത് ആ പുസ്തകത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുൻപുള്ള പഴയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള പല ആൾക്കാരും അവർ ശ്രമം ചെയ്ത് അവരുടെ സമയം ചെലവഴിച്ച് അവരും മനസ്സിലാക്കിയ കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരും, അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ, ഇവരൊക്കെ പല കാര്യങ്ങൾ നിങ്ങളോട് പറയും. മക്കളെ കള്ളം പറയരുത്, മറ്റുള്ളവരെ സഹായിക്കണം, മറ്റു ജീവികളെ ഉപദ്രവിക്കരുത്, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും, അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദമില്ലാതെ എല്ലാ മതഗ്രന്ഥങ്ങളും ജനങ്ങൾക്ക് ധാർമ്മിക ബോധം നൽകുന്നതിന് വേണ്ടി. എന്തിനാണ് ധാർമ്മികമായിട്ട് ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഒരു വലിയ ട്രേ നിറയെ ഒരു 100 പാക്കറ്റ് ഐസ്ക്രീം വെച്ചിരിക്കുന്നത് കരുതുക. ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ? അപ്പോൾ വലിയ ഒരു ട്രേയിൽ 100 പാക്കറ്റ് ഐസ്ക്രീം ഇവിടെ വെച്ചിരിക്കുന്നു. എന്നിട്ട് അനൗൺസ് ചെയ്യുന്നു, ആർക്ക് വേണേലും വന്ന് എടുക്കാം. എന്തായിരിക്കും സംഭവിക്കുക? നല്ല ആരോഗ്യമുള്ളവർ ആദ്യം മുന്നോട്ട് വരും, ആരോഗ്യം കുറഞ്ഞവരെ പിടിച്ചു മാറ്റും. അവർ 1, 2, 3, 4 എടുത്തുകൊണ്ട് അവർ പോകും അല്ലേ? അവസാനം അത്ര ആരോഗ്യമില്ലാത്ത, അവരെ തള്ളി മാറ്റാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് ഒന്നും കിട്ടാതെ വരുമോ ഇല്ലയോ? അപ്പോൾ അത് കാണുമ്പോൾ അവർ പറയും, അങ്ങനെയല്ല, നിങ്ങളെല്ലാവരും ക്യൂ നിന്നിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോന്നെടുക്കുക, ഒന്നിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. നിങ്ങൾ 100 പേരുണ്ട്, 100 ഐസ്ക്രീം മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരാൾ 2 എണ്ണം എടുത്താൽ മറ്റൊരാൾക്ക് അത് കിട്ടാതെ വരും. അപ്പോൾ ആരെങ്കിലും മറ്റുള്ളവർ കാണാതെ 2 എണ്ണം എടുക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടാൽ പറയും, അയ്യോ എടുക്കല്ലേ, 1 എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, 2 എണ്ണം എടുത്താൽ ഒരാൾക്ക് കിട്ടില്ല അല്ലേ? അഥവാ ആ കുട്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പറയാം, അവർ എന്ത് തെറ്റാ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ പറയില്ലേ? അപ്പോൾ ഇതാണ് ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. കാര്യം നമുക്കെല്ലാവർക്കും പ്രകൃതി നൽകിയിട്ടുള്ള വിഭവങ്ങൾ ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ആരോഗ്യമുള്ളവർ കൂടുതൽ കൈയടക്കുക എന്ന് പറയുന്നത് അധർമ്മമാണ്. നമുക്കുള്ളത് ഇല്ലാത്തവർക്ക് കൂടി കൊടുത്തുകൊണ്ട് വേണം നമ്മളത് പൂജിക്കാനായിട്ട്. ആ ധാർമ്മിക ബോധം മുതിർന്നവർ, നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 5 രീതിയിലുള്ള കടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊക്കെയാണ് മനസ്സിലായോ? 1, അതിനെ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ ഈ 5 കടങ്ങൾ വീട്ടാൻ വേണ്ടി അതിനെ 5 യജ്ഞങ്ങളായിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട്. ഭാരതീയ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഭാരതീയ സംസ്കാരത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെയുള്ള കാലത്തിനിടയിൽ ഈ 5 കടങ്ങൾ ദിവസവും വീട്ടണം. നിങ്ങൾ 100 രൂപ വാങ്ങിയാൽ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. 100 രൂപ ഒരു പ്രാവശ്യമേ കടം വാങ്ങിയിട്ടുള്ളൂ, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ അത് കടം കഴിഞ്ഞു. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ എല്ലാ ദിവസവും ശ്വസിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും നമ്മൾ അച്ഛനമ്മമാരുമായിട്ട് അവരുടെ സേവനം നമ്മൾ വാങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നും അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. എല്ലാ ദിവസവും മറ്റു മനുഷ്യരുടെ സേവനം നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 കടങ്ങൾ എല്ലാ ദിവസവും നമ്മൾ വീട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു,
ലോൺ എടുത്ത് പഠിച്ച് വലിയ ജോലി കിട്ടി സ്വസ്ഥമായിട്ടിരിക്കാൻ വിചാരിക്കേണ്ട. കാര്യം ബാങ്കുകാർ വന്ന് നമ്മളെ ശല്യം ചെയ്യും, നമ്മുടെ സ്വസ്ഥത നഷ്ടമാകും. ആകുമോ ഇല്ലയോ? കടം വാങ്ങിയാൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകില്ല. ഉണ്ടാകുമോ? നമ്മൾ പലപ്പോഴും നിങ്ങൾ പത്രത്തിലും ടി വിയിലുമൊക്കെ കാണും, കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, അവസാനം ആത്മഹത്യ ചെയ്തു. വായിച്ചിട്ടില്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, ആത്മഹത്യ ചെയ്തു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിഞ്ഞില്ല, വീട് ജപ്തിയായി, അവസാനം കടത്തിണ്ണെ കിടക്കേണ്ടി വന്നു. ഇതൊക്കെ വായിക്കുന്നില്ലേ? അപ്പോൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഈ 5 കടങ്ങൾ നമുക്ക് ജീവിത അവസാനം വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. എല്ലാ ദിവസവും നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ എല്ലാ ദിവസവും തൻ്റെ ജീവിതത്തിൽ ഈ കടം തിരികെ വീട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും മനസമാധാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഈ 5 കടം എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കണം, ഈ 5 കടവും ഞാൻ വീട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ആ വീട്ടുന്നതിന് നൽകുന്ന പേരാണ്, ഒന്ന് ദേവയജ്ഞം. ഈശ്വരനുള്ള കടം വീട്ടാനുള്ള പേരാണ് ദേവയജ്ഞം. അച്ഛനമ്മമാരോടുള്ള കടം വീട്ടാൻ വേണ്ടി പിതൃയജ്ഞം. പിന്നുള്ളത് പ്രകൃതിയോടുള്ള പക്ഷിമൃഗാദികളോടുള്ള കടം വീട്ടാനുള്ള ഭൂതയജ്ഞം. പിന്നെ മനുഷ്യരോടുള്ള കടം വീട്ടാനുള്ളത് മനുഷ്യയജ്ഞം. പിന്നെ ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ ഋഷിയജ്ഞം എന്ന് പറയും, നമ്മുടെ അറിവ് നേടിയത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ കടം വീട്ടാൻ കഴിയുക? ഒന്നാമത്തെ കടം നമുക്ക് എടുക്കാം. ഒന്നാമത്തെ കടത്തിൻ്റെ പേരെന്താണ്? വീട്ടുന്നത് എങ്ങനെയാണ്? ദേവയജ്ഞം. ഒന്ന് പറയൂ. ദേവയജ്ഞം. അപ്പം നമ്മൾ ഏത് ഈശ്വരനെയാണോ ആരാധിക്കുന്നത്, ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, നമ്മൾ ആരാധിക്കുന്ന ഈശ്വരൻ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരനിൽ വിശ്വാസമുണ്ടാകാം. അഥവാ വിശ്വാസമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നു, ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരാളെ എനിക്ക് വിശ്വാസമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലും തെറ്റില്ല. പക്ഷേ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ, ആ ശ്വസിക്കുന്നതിന് കാരണമായിട്ടൊരു ശക്തിയുണ്ടല്ലോ. ആ ശക്തിയെ, അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ആ ഈശ്വരനെ എല്ലാ ദിവസവും ഒരു 2-3 മിനിറ്റ് നേരമെങ്കിലും ആ ഈശ്വരനോട് നന്ദി നമ്മൾ പറയുക. ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ സൂര്യനെ നോക്കിക്കൊണ്ട് സൂര്യന് ഒരു നന്ദി പറയുക. അല്ലയോ സൂര്യദേവ, അങ്ങുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രകാശവും ഈ ഊർജവും ഒക്കെ കിട്ടുന്നത്. ഞങ്ങളെ ഈ സഹായിക്കുന്നതിന് അവിടുത്തോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഈ ഒരു നന്ദി പറച്ചിൽ മാത്രം മതി. അവിടെ നിന്ന് നമ്മളിൽ നിന്ന് ഒന്നും തിരിച്ചു ചോദിക്കുന്നില്ല, ഒന്നും പൈസയായിട്ടൊന്നും നമ്മൾ കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു നന്ദി നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ രാവിലെ കുളിക്കുന്ന സമയത്ത്, നിങ്ങൾ കുളിക്കുന്ന എവിടെ? കുളത്തിലാണോ ബാത്റൂമിലാണോ? കുളത്തിൽ കുളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കുളത്തിൽ കുളിക്കുന്ന ആരെങ്കിലും? ഇടയ്ക്കിടയ്ക്കില്ലേ? എന്നാലും കൂടുതൽ നമ്മൾ കുളിക്കുന്നത് ബാത്റൂമിലാണ് അല്ലേ? ബാത്റൂമിൽ ടാപ്പിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടാണോ കുളിക്കുന്നത്? ഷവറിൻ്റെ കീഴിലാണോ കുളിക്കുന്നത്? ബക്കറ്റിൽ. ഒരു ദിവസം കുളിക്കാൻ എത്ര ബക്കറ്റ് വെള്ളം എടുക്കും? 2 ബക്കറ്റ്. ഷവറാണെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഷവർ ഓൺ ചെയ്യും, കുളി തീരുന്നത് വരെ ഷവറിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കും അല്ലേ? ശരിയല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാൻ കഴിയുമോ? നമുക്ക് കുടിക്കാൻ കഴിയുമോ? വെള്ളം നമ്മൾ വിചാരിച്ചാൽ വെള്ളം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? പ്രകൃതി കനിഞ്ഞെങ്കിൽ മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈശ്വരനോട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു നന്ദി പ്രകാശനവും അവിടുന്ന് നമുക്ക് നൽകുന്ന ആ സഹായത്തിന് നമുക്ക് തിരിച്ച് ചെയ്യാൻ കഴിയുന്നത്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നതും നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക, ആവശ്യത്തിൽ കവിഞ്ഞ് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈശ്വരനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ 2 ബക്കറ്റ് വെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ 1 ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കുളിക്കാൻ കഴിയുമെന്ന് നോക്കുക. കാര്യം ചിലപ്പോൾ നമുക്ക് 1 ബക്കറ്റ് വെള്ളം പോലും കിട്ടാത്ത അവസരമുണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക, ആവശ്യത്തിന് ഭക്ഷണം ഉപയോഗിക്കുക. രാവിലെ സൂര്യനെ നോക്കിയിട്ട് രാവിലെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കോ പടിഞ്ഞാറോ?
മഴക്കാലം വന്നാൽ പടിഞ്ഞാറല്ലേ? അല്ലേ? വേനൽക്കാലത്ത് കിഴക്കും മഴക്കാലത്ത് പടിഞ്ഞാറും, അങ്ങനെയാണോ? ആണോ? അല്ലല്ല, അപ്പോൾ കിഴക്കാണ്. അപ്പോൾ രാവിലെ കിഴക്ക് നോക്കി കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യനെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. അതാണ് ദേവയജ്ഞം. വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും ഒരു അല്പനിമിഷങ്ങൾ, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കണ്ണടച്ച് ആ ഈശ്വരനോട് ഒരു പ്രാർത്ഥന കൊടുക്കുക. എനിക്കെന്നും മുടങ്ങാതെ ഇതെല്ലാം അനുഭവിക്കാനും, കാര്യം അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ കഴിയുള്ളൂ. നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലല്ലേ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ, അല്ലേ? വായു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ ശ്വസിക്കാൻ കഴിയുള്ളൂ. അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം വേണ്ടേ? അപ്പോൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വര, എനിക്ക് ആരോഗ്യം നൽകണേ, എനിക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഒരുക്കി തരണേ. എന്നും ഞാൻ അവിടുത്തോട് കടപ്പെട്ടതായിരിക്കും, ഒന്നും ഞാൻ അധികമായിട്ട് ചിലവാക്കില്ല. ഈ രീതിയിൽ ഈശ്വരനോടുള്ള കടം നമുക്ക് വീട്ടാൻ കഴിയണം. അതാണ് ദേവയജ്ഞം. അപ്പോൾ ഒന്ന് ദേവയജ്ഞം. രണ്ടാമതുള്ളത് പിതൃയജ്ഞം. അപ്പോൾ ആ പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സേവനമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിതൃയജ്ഞം എന്ന് പറയുന്നത് അച്ഛനമ്മമാർ നമുക്ക് ചെയ്തു തരുന്ന ആ കടം നമ്മൾ എങ്ങനെയാണ് വീട്ടുന്നത്? ദിവസം വീട്ടിൽ അച്ഛനമ്മമാരെ സഹായിക്കുന്ന എത്ര പേരുണ്ട്? അടുക്കളയിൽ അമ്മ പച്ചക്കറി അരിയുന്ന സമയത്ത് കൂടെ പോയി പച്ചക്കറി അരിയാൻ സഹായിക്കുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേര് മാത്രമാണ് വിരൽ പൊക്കിയത്. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അച്ഛനെയോ അമ്മയോ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്രതമാക്കി നമ്മൾക്ക് മാറ്റാൻ കഴിയണം. എങ്കിൽ മാത്രമേ അവർ നമുക്ക് ചെയ്തു തരുന്ന ആ സേവനത്തിനുള്ള തിരിച്ചു കൊടുപ്പാക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അച്ഛനമ്മമാരോട് നമ്മൾ ദിവസവും അവരുടെ പാദം തൊട്ട് തൊഴാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അവർക്ക് കൊടുക്കുന്ന ബഹുമാനം, അവർക്ക് കൊടുക്കുന്ന ആദരവ്, അവരെ സഹായിക്കുക എന്നുള്ളതാണ് പിതൃയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിക്കണം, അവരുടെ ചെറുപ്പകാലത്ത് അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ള കഥകൾ, അവരുടെ ചെറുപ്പത്തിലെ ധാരാളം കഥകളുണ്ടാകും. അവർക്ക് ജീവിതത്തിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ, അവരുടെ ജീവിതത്തിൽ പഠിച്ച പ്രതിസന്ധികൾ, അതിനെ എങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത്, ഇതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ അച്ഛനമ്മമാരോടുള്ള ആദരവും സ്നേഹവും പുലർത്തുന്നതിലൂടെ ആ പിതൃയജ്ഞം നമുക്ക് നടത്താൻ കഴിയും. പിന്നെ മൂന്നാമതുള്ളത് ഭൂതയജ്ഞം. ആ ഭൂതയജ്ഞം നിങ്ങൾ ദിവസം ഒരു നേരമെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ചെടികളുള്ള എത്ര പേരുണ്ട്? അപ്പം എല്ലാ ദിവസവും രാവിലെ ഒരു നേരമെങ്കിലും ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുക എന്ന് പറയുന്നത് ഒരു വ്രതമാക്കി മാറ്റണം. എല്ലാ ദിവസവും ഒരു ചെടിക്ക് വെള്ളമൊഴിക്കും. ഒന്നത്. രണ്ട്, വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ ജന്മദിനം വരുന്ന സമയത്ത് ഒരു ചെടിയോ ഒരു മരമോ നടുമെന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ ഓരോ ജന്മദിനത്തിനും ഒരു ചെടി തൈ നടുക, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ തൈ നടുക. നിങ്ങളുടെ അച്ഛൻ്റെ ജന്മദിനത്തിന്, അമ്മയുടെ ജന്മദിനത്തിന്, ചേട്ടന്മാരുടെ, അനുജന്മാരുടെ, ചേച്ചിമാരുടെ, അനുജത്തിമാരുടെ ജന്മദിനത്തിന് ഒരു ചെടി നടുക എന്നുള്ളത് തീരുമാനിക്കുക. ആലോചിച്ച് നോക്കൂ, ഇന്നൊരു ചെടി നട്ടാൽ 4-5 വർഷം കഴിയുമ്പോൾ അതിൽ പൂക്കളും കായ്കളും വരുമ്പോൾ നമുക്ക് പറയാം, ഞാൻ നട്ട മരത്തിൽ നിന്നുള്ള പഴങ്ങളാണതെന്ന് പറയാൻ കഴിയും. അപ്പോൾ ദിവസവും പ്രകൃതിയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ നന്ദി പ്രകാശനം, അത് മൂന്നാമത്. നാലാമത് മനുഷ്യയജ്ഞം. ആ മനുഷ്യയജ്ഞം എങ്ങനെയെന്ന് വെച്ചാൽ, മറ്റുള്ള മനുഷ്യരുടെ സഹായം കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും നിങ്ങൾ ഹോട്ടലിലും മറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറില്ലേ? ഉണ്ടോ? അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകില്ലേ? നിങ്ങളിൽ എത്ര പേര് ആ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ആ സെക്യൂരിറ്റിയെ കണ്ട് ഒന്ന് ചിരിച്ചിട്ടുണ്ടാവും? ഉണ്ടല്ലേ? നല്ല കാര്യം, നല്ല മക്കൾ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത്, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, അവർക്കൊരു പുഞ്ചിരി നൽകുക. നമ്മൾ എവിടെ ചെല്ലുന്ന സമയത്തും അവിടെ നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞ ധാരാളം ആൾക്കാരുണ്ടാകും. അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. മറ്റുള്ളവർക്കൊരു സഹായം ആവശ്യമാണെങ്കിൽ ചോദിക്കാതെ തന്നെ ആ സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ മറ്റുള്ള മനുഷ്യർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു സഹായത്തിലൂടെ മറ്റുള്ള മനുഷ്യർ നമുക്ക് ചെയ്തു തരുന്ന
ആ സേവനത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ മനുഷ്യയജ്ഞം. പിന്നെ അഞ്ചാമതുള്ളത് എന്താണ്? ഋഷിയജ്ഞം. ധാരാളം അറിവുകൾ നമുക്ക് കിട്ടുന്നു. എല്ലാ ദിവസവും ഇതോർക്കുക, എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കഥകൾ വായിക്കുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നേരം പത്രങ്ങളിൽ വരുന്നതായിക്കൊള്ളട്ടെ, പുസ്തകങ്ങളിൽ വരുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതായിക്കൊള്ളട്ടെ, നല്ല ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല സന്ദേശമുള്ള കഥ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? രാത്രി ഭക്ഷണം കഴിക്കാൻ നേരത്ത്, ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛനെയും അമ്മയെയും വീട്ടിലുള്ളവരെയും വിളിക്കുക. എന്നിട്ട് നിങ്ങൾ വായിച്ച ആ നല്ല കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ വായിച്ച നല്ല കഥകൾ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അനുജത്തിമാർക്കും അനുജന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരോടും പറയുക, ഞാൻ തിങ്കളാഴ്ച ഒരു കഥ പറയും, അച്ഛൻ ചൊവ്വാഴ്ച കഥ പറഞ്ഞു തരണം, അമ്മ ബുധനാഴ്ച കഥ പറഞ്ഞു തരണം, ചേച്ചി വ്യാഴാഴ്ച കഥ പറഞ്ഞു തരണം. വീട്ടിലെ അംഗങ്ങൾ കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം ഞാൻ വീണ്ടും ആരംഭിക്കും. അങ്ങനെ എല്ലാ ദിവസവും നല്ല ഓരോ കഥ കേൾക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ള ശ്രമം ചെയ്യുന്നതിലൂടെ ആ കടവും നമുക്ക് വീട്ടാൻ കഴിയും. അങ്ങനെ ദിവസവും നമ്മൾ ഈ 5 കടം ഏതൊക്കെയാണ്? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ഋഷിയജ്ഞം. ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ ഈ പേരുകൾ? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ഋഷിയജ്ഞം. ഇത് കുറിച്ച് വയ്ക്കുക. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ 5 വിരൽ, ഈ ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരൽ. ഈ 5 വിരലിൽ ഈ തള്ളവിരൽ ദേവയജ്ഞം, ചൂണ്ടുവിരൽ പിതൃയജ്ഞം, ഈ നടുവിരൽ ഭൂതയജ്ഞം, മോതിരവിരൽ മനുഷ്യയജ്ഞം, ചെറുവിരൽ ഋഷിയജ്ഞം. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഈ കയ്യിലേക്ക് നോക്കിയിട്ട് ഇന്ന് എന്തെങ്കിലും കടം വീട്ടാതെ വന്നിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. ഈ 5 കാര്യങ്ങളും എല്ലാ ദിവസവും അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ ഈശ്വരൻ്റെ കൃപ നമുക്കുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, എത്രമാത്രം ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാലും, ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച കടം നമ്മൾ തിരിച്ചു കൊടുക്കണം. എത്ര വലിയ ആഡംബര വീടുണ്ടെങ്കിലും, എത്ര വലിയ ആഡംബര വാഹനങ്ങളുണ്ടെങ്കിലും, എത്ര ആർഭാടമായ ജീവിതം നയിച്ചാലും മനസ്സിന് ശാന്തിയും സമാധാനവും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാങ്ങിയ കടം തിരിച്ചു കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. മക്കള് ഇത് കേട്ടുകഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ അച്ഛനമ്മമാരോടും പറയുക, അച്ഛാ അമ്മേ ഈ കടം ദിവസവും നമ്മൾ വീട്ടണം. അവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കടം ദിവസവും വീട്ടി ശാന്തിയോടും സമാധാനത്തോടുമുള്ള ഈശ്വര അനുഗ്രഹത്തോടു കൂടിയ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ. ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ തീർന്നാൽ 5 മിനിറ്റ് നേരത്തെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടുതലായിട്ട് ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. നമഃശിവായ. പ്രണാമം. അപ്പോൾ അടുത്തതായി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്വാമിജിയുടെ നേതൃത്വത്തിലായിരിക്കും.